രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി.ജെ.പി. അധ്യക്ഷനാകുന്നതോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ അതിനിർണായകമായ ഒരു മാറ്റമാണ് സംഭവിക്കുന്നത്. അടിത്തട്ടിൽ പ്രവർത്തിച്ചു വന്നവരാണ് സംസ്ഥാനത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് നാളിതുവരെ എത്തിയിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖർ അത് തിരുത്തി കുറിക്കുന്നു. RSSുമായോ ബി.ജെ.പിയുമായോ അടിത്തട്ടിൽ പ്രവർത്തിച്ച് ഒരു പരിചയവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തെ ബി.ജെ.പി. അധ്യക്ഷനാകുന്നത് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ശോഭാ സുരേന്ദ്രനെയും എല്ലാം അട്ടിമറിച്ചാണ്. കോർപ്പറേറ്റ് മേഖലയിൽ കുന്നുകൂട്ടിയ സമ്പത്താണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പിൻബലം. ഒപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ഇടതുവിരുദ്ധ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയും രാജീവ് ചന്ദ്രശേഖറിന് തുണയായി. സാധാരണ പാർട്ടി പ്രവർത്തകരെ പാടെ അവഗണിക്കുന്ന കേന്ദ്ര നിലപാട് കേരളത്തിൽ ബി.ജെ.പിയുടെ അടിത്തറ തോണ്ടുമോ? പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖരെ അംഗീകരിക്കുമോ? ഈവനിംഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആദ്യം വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയും, അടിത്തട്ട് മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ അല്ലെങ്കിൽ അതിൽ താഴേക്കുള്ള പ്രവർത്തന പരിചയമുള്ള നേതാക്കൾ പിന്നീട് ഉയർന്നു വന്ന് അതാത് പാർട്ടികളുടെ സെക്രട്ടറിയായോ പ്രസിഡൻ്റായോ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് വരെ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ബി.ജെ.പി. ആ ഒരു പാരമ്പര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് മാറ്റം കുറിച്ചിരിക്കുന്നു. ലാറ്ററൽ എൻട്രിയായി രാജീവ് ചന്ദ്രശേഖർ വരികയാണ്. വിജയൻ, ഷമ്മി, എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം പ്രകാശ് ജാവദേക്കർ അവതരിപ്പിച്ചത്. ഇതിൽ ഈ ഒരു പേര് മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത്. എന്തായാലും മറ്റൊരു നാമനിർദ്ദേശ പത്രിക നൽകുന്ന ഒരു പതിവ് ഒരു രീതി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ ഒറ്റ നോമിനേഷനിൽ തന്നെ അത് അവസാനിക്കുകയും ചെയ്യും. എന്തായാലും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ആരും ഈ മണിക്കൂറുകളിൽ അവസാന നിമിഷം വരെ കാര്യങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. കേന്ദ്ര നേതൃത്വം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. സുരേന്ദ്രൻ മാറുമെന്നുള്ള ചില സാധ്യതകൾ ചില നേതാക്കളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പുതിയ ഒരു അധ്യക്ഷനായി M.T. രമേശോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളോ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു നേതാക്കൾ. അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനെ കൊണ്ടുവന്നതുപോലെ RSSൽ നിന്നുള്ള ആരെങ്കിലും ഭാരവാഹിയായി കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയൊക്കെ RSS നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ പാരമ്പര്യം നന്നേ കുറവുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയായിട്ടുള്ള ഒപ്പം തന്നെ വ്യവസായിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്തായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ആ നടപടികളിൽ ഒക്കെ ഭാഗവാക്കായത് രാജീവ് ചന്ദ്രശേഖർ. അതിൽ നിന്ന് മാസങ്ങൾക്കകമാണ് ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി നിയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം ഒരു സൂചന നൽകുന്നത് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ തമ്മിൽ തന്നെ വലിയ തരത്തിലുള്ള വിഭാഗീയത പ്രകടമായിരുന്നു. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം പലതവണ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആ വിഭാഗീയത എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് വലിയ തരത്തിൽ രൂക്ഷമാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒക്കെ ശോഭാ സുരേന്ദ്രൻ പരസ്യ പ്രസ്താവന നടത്തിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേതാക്കൾ തമ്മിൽ ഒരു ഐക്യവുമില്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സൂചന നേതാക്കൾക്ക് നൽകിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പെട്ടെന്ന് ഒരു പൊട്ടിമുളച്ച രീതിയിൽ അധ്യക്ഷനായി നിയോഗിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം കേരളത്തിലെ പല നേതാക്കളെയും അദ്ദേഹം തൻ്റെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ കൂടി പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി നേരത്തെ തന്നെ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി വെച്ചതിൻ്റെ ഭാഗമായി കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പം കൂടി കണക്കിലെടുത്താണ് ഇത്തരം നീക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നത്. നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് ഇക്കാര്യത്തിലുള്ള ഉറപ്പ് കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതിനുള്ള സൂചനകളാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ നൽകുകയും ചെയ്തത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെ ചില NGO സംഘടനകൾ ഉൾപ്പെടെ ഒരു ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ ഏകോപിപ്പിച്ച് പോകുന്ന രീതിയൊക്കെ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ മുതിർന്ന അടിത്തട്ടിൽ
വളർന്നു വന്ന എല്ലാ നേതാക്കളെയും വെട്ടി പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു നേതാവ് ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു കാണേണ്ടത്. അതിന് ഷമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക പിന്തുണയുണ്ട്. ഒപ്പം തന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മേധാവി എന്നുള്ള നിലയിലുള്ള പിന്തുണയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും വി മുരളീധരൻ ഉൾപ്പെടെ സൂചിപ്പിച്ചത് പല ഘട്ടങ്ങളിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതിൻ്റെ ഭാഗമായാണ് പുതിയ AI കാലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി പുതിയ നേതാവും അത്തരം സാങ്കേതിക വിദ്യകൾ കൂടി അറിയുന്ന നേതാവ് ആവശ്യമാണ് എന്നാണ്. പക്ഷേ ഇത് പ്രവർത്തകർ ഏത് രീതിയിൽ അംഗീകരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. ഒപ്പം തന്നെ വലിയ വിഭാഗീയമായി മാറിയിട്ടുള്ള നേതൃനിര ഏതൊക്കെ തരത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരുമായി ഒത്തുപോകും എന്നുള്ളതൊക്കെ കാണേണ്ടതാണ്. അവരുടെ അമർഷം അവർ പറയുന്നില്ലെങ്കിലും കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന അവരുടെയൊക്കെ മുഖഭാവത്തിൽ നിന്ന് ഇവർക്കുള്ള അമർഷം ഉണ്ട് എന്ന കാര്യം വ്യക്തമായിരുന്നു. എന്തായാലും ഈ BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്ന ഒരാളെ അംഗീകരിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷസ്ഥാനം അത് നേതാക്കൾക്ക് അംഗീകരിച്ചേ കഴിയൂ. പക്ഷേ ഇക്കാര്യത്തിൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾ, ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ ഘട്ടത്തിലൊക്കെ എങ്ങനെ ഈ രാഷ്ട്രീയമായി കൂടുതൽ അറിവൊന്നും ഇല്ലാത്ത ഒരാൾ, ഒപ്പം തന്നെ സംഘടനാ തലത്തിൽ പോലും കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരാൾ, RSSമായി വലിയ അടുപ്പമൊന്നും ഇല്ലാത്ത ഒരാൾ, അയാൾ എങ്ങനെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.